ഇതിനകത്ത് ഒന്ന് മോഹൻ ഭാഗവതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു. ഇന്ദ്രേഷ് കുമാർ പറയുന്നത് 240 സീറ്റിൽ ഒതുങ്ങാൻ കാരണം രാമൻ ശിക്ഷിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അഹങ്കാരത്തിനുള്ള പ്രതിഫലം ബി ജെ പിക്ക് കിട്ടി. രത്തൻ സദ്ധ എന്ന് പറയുന്ന RSS ഇൻ്റലക്ച്വലിൻ്റെ വിമർശനം എന്ന് പറയുന്നത് RSSൻ്റെ വിമർശകരെ കൂടി, RSSനെ എല്ലാ കാലത്തും എതിർത്തവരെ കൂടി ബി ജെ പിയിൽ ചേർത്തു. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ വിലയാണ് നൽകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് അജിത് പവാറിനെ പോലുള്ളവരെ ഒപ്പം കൂട്ടിയതാണ് വലിയ തകർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ. ഇത് നാലും മോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്കെതിരായിട്ടുള്ള സംഘടിതമായ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെയും RSSൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പോൾ അയോധ്യ ആയാലും 370 ആയാലും CA ആയാലും ഇത് വേറൊരു സർക്കാരിലൂടെ RSSനെ നടപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദി അമിത്ഷായും തന്നെയാണ് RSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്, 1984 2024 ചരിത്രത്തിലെ 3 ഘട്ടങ്ങളിലാണ് 80 BJP രൂപീകൃതമായതിനു ശേഷം RSSും BJPയും തമ്മിൽ വലിയ നിലയിൽ സ്പർദ്ധ ഉണ്ടായിട്ടുള്ളത്. 1984 80 രൂപീകരിക്കപ്പെട്ട BJP അല്ല രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഗുണകരമാവുക രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്ന് വിലയിരുത്തുകയും മധ്യപ്രദേശ് ദില്ലി പോലുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് RSS കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. 2004 നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ കെ സുദർശനുമായിട്ട് ശേഖർ ഗുപ്തയുടെ വാക്ക് ദ ടോക്ക് ഉണ്ട് NDTVയിൽ. ആ വാക്ക് ദ ടോക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ കേൾക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഈ ശേഖർ ഗുപ്ത ആ അഭിമുഖത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രിൻറ്റിലൊരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ സാധാരണഗതിയിൽ RSSൻ്റെ സർസംഘചാലകന്മാർ അഭിമുഖങ്ങൾ കൊടുക്കാറില്ല, രാഷ്ട്രീയ വിഷയങ്ങൾ പറയാറില്ല അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഇത് കെ സുദർശൻ ശേഖർ ഗുപ്തയെ ബന്ധപ്പെട്ടിട്ടാണ് ഈ അഭിമുഖം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത നൽകണമായിരുന്നു. 2004 വരെയുള്ള AB വാജ്പേയി സർക്കാർ ഞങ്ങളെ കേൾക്കാതെ പോയതുകൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന 3 ഘട്ടങ്ങളിൽ RSSന് BJPയോട് കൃത്യമായ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ഈ സർക്കാരിനോടുള്ള എതിർപ്പ് എങ്ങനെയായാൽ തന്നെയും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ പേഴ്സണൽ റാപ്പോർട്ടിൻ്റെ പേരിലൊന്നും അല്ല സാധാരണഗതിയിൽ RSS രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അവരുടെ ഐഡിയോളജി അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും, നാഗ്പൂർകാരനല്ലേ നിതിൻ ഗഡ്കരി, RSSൻ്റെ ആസ്ഥാനത്തുള്ള വളരെ അടുപ്പമുള്ള നേതാവിനെ പ്രധാനമന്ത്രി ആക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇനിയൊരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ ആക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും നല്ല ടൂള് നരേന്ദ്രമോദി, ഇത്രയും നല്ല ടൂള് അമിത്ഷാ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ RSSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം, ഒരു ഇൻറ്റേർണൽ കൂ നടത്തി RSSൻ്റെ ആശീർവാദത്തോടു കൂടി ഒരു ഇൻറ്റേർണൽ കൂ നടത്തി ഇവരെ പുറത്താക്കും എന്ന് കരുതാനാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതുള്ളതാണ്. അപ്പോൾ അവിടെ 43 സീറ്റുകളിൽ ഇന്ത്യ ബ്ലോക്ക് ജയിക്കുകയാണ്. ഏറ്റവും വലിയ മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്, ഒരു ടെക്ടോണിക് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഏത് തരത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്? അവിടെ നമുക്ക് ഇനിയിപ്പോൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് വർഗീയ സംഘർഷങ്ങളും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ഇല്ലാതെ BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലകൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോalition ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി RSS ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശകലനങ്ങളുടെ അടിസ്ഥാനങ്ങളോ അധിക വായനയാണ്, തെറ്റായ വായനയാണ്. RSSൻ്റെ ആശീർവാദത്തോടുകൂടി ആഭ്യന്തര കലാപം രാജ്യത്ത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട് 2014 സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ പോകട്ടെ എന്നേ ഞാൻ കാണുന്നുള്ളൂ. RSS സ്വന്തം സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് കരുതുന്നില്ല. ഒരു നിരാശനായ അധ്യാപകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ ഗുണദോഷിക്കുന്ന പോലെ മാത്രമേ കാണുന്നുള്ളൂ. മോശം പ്രകടനത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നു എന്ന നിലയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഒരു തെറ്റായ അധിക വായന നടത്തി RSS നരേന്ദ്രമോദിക്കെതിരാണ് എന്നൊക്കെ പറയുന്നത് RSSനെയും അല്ലെങ്കിൽ BJPയെയും അറിയാത്തവരാണ്. ശരി. Meet the editors.